ആവേശസാഗരത്തിന്റെ തിരമാലകൾ ആർത്തിരമ്പുന്ന ഫുട്ബോളിന്റെ സുന്ദരമായ പോരാട്ടത്തിന്റെ രാവുകൾ മാന്യ ഫുട്ബോൾ പ്രേമികൾക്ക് സമ്മാനിച്ചുകൊണ്ട് നെല്ലൂർ ഫെഡറലൈറ്റ് സ്റ്റേഡിയത്തിൽ റിയൽ ഗോൾഡൻ ഡയമണ്ട് ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന അതിമനോഹരമായ വിജയ കിരീടത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത് അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ 4ാം സുദിനത്തിൽ നാളെ സ്റ്റേഡിയത്തിൽ കളിയല്ല, ഒരു തീക്കളിയാണ്. ജയിക്കാൻ വേണ്ടി മാത്രം പിറവിയെടുത്ത പ്രഗത്ഭ 14 അവതാരങ്ങൾ നാളെ സ്റ്റേഡിയത്തിൽ നേർക്കുനേർ കണ്ടുമുട്ടുകയാണ്. ഗോൾ വലയം കാക്കാൻ പ്രഗത്ഭനായ ദിനേശ്, പ്രതിരോധത്തിന്റെ വൻമതിൽ തീർക്കാൻ സെറാലിയോൺ താരം മുഹമ്മദ്, നിഹാലും നിഷാദും കൂട്ടുകെട്ടി സെറാലിയോൺ താരം കോക്കർ, പ്രഗത്ഭനായ മാലിക് തുടങ്ങിയ വമ്പൻ താരനിര മുഴുപട്ടിണിയിലും അരവയർ മുറുക്കിക്കെട്ടി തലമുറയെ കളിമൈതാനിയിലേക്ക് ആനയിച്ച് പിച്ചുവെക്കുന്ന പിഞ്ചു പൈതലിന്റെ കാലുകളിൽ പോലും ഫുട്ബോളിന്റെ മന്ത്രഗീതങ്ങൾ മുഴങ്ങിക്കേൾക്കുന്ന ചാലിയാറിന്റെ തീരത്തെ ആ പടപ്പോരാളികൾ ടൗൺ ടീം അരീക്കോട്. ടൗൺ ടീം അരീക്കോട് നാളെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗം അടുക്കി ഭരിക്കാനെത്തുമ്പോൾ വരുന്നു. മറുഭാഗത്ത് 1000 കണ്ണുകളും 10,000 കൈകളുമായി ഗോൾ ബാറിന് താഴെ അൻഷിദ് ഖാൻ, ഗാന താരം സ്റ്റോപ്പർ ബാക്ക് ജൂനിയർ മോമി, പ്രഗത്ഭനായ ഷാഹിദ് ഫൈസൽ, കേരള പ്രീമിയർ ലീഗ് താരം മിൻഹാൽ, സന്തോഷ് ട്രോഫി താരം നാസർ ആളൂർ, സെറാലിയോൺ താരം ഇസ്മായിൽ, പ്രഗത്ഭനായ ഗാന താരം മുഹമ്മദ് ബാല. അതെ, ഇറ്റലിയിൽ നിന്നെത്തി കോഴിക്കോടിന്റെ കളിയച്ചനായി മാറിയ ഫാദർ വർഗോത്തിനിയുടെയും ഇന്ത്യൻ ഫുട്ബോളിന്റെ നക്ഷത്രഭൂമി എന്നറിയപ്പെടുന്ന കൊൽക്കത്തയിൽ കേരള ഫുട്ബോളിന്റെ സൗന്ദര്യം പരിചയപ്പെടുത്തിയ പ്രേംനാഥ് ഫിലിപ്പിന്റെയും ഇന്ത്യൻ ഫുട്ബോളിനെ ലോകോത്തര വേദികളിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഒളിമ്പ്യൻ റഹ്മാന്റെയും പിൻതലമുറക്കാർ അഖിലേന്ത്യാ സെവൻസിന്റെ കളിമൈതാനിലെ കടിഞ്ഞാണില്ലാത്ത ആ കരിമ്പുലികൾ റോയൽ ട്രാവൽസ് FC കോഴിക്കോട്. റോയൽ ട്രാവൽസ് FC കോഴിക്കോടും ടൗൺ ടീം അരീക്കോടും തമ്മിൽ ടൂർണമെന്റിൽ നാളെ സ്റ്റേഡിയത്തിൽ മത്സരിക്കും.